തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടനത്തിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത് ഭിന്നതയെ തുടർന്ന് എന്ന് സൂചന. തദ്ദേശ ഭരണമന്ത്രി എം. രാജേഷിനെ പ്രചാരണ ഫ്ലെക്സ് ബോർഡുകളിൽ നിന്ന് ഒഴിവാക്കിയതിൽ മുഖ്യമന്ത്രിയോട് പരാതി അറിയിച്ചിരുന്നു. പണം ചെലവഴിച്ച തദ്ദേശ വകുപ്പിനെ അവഗണിച്ചതിലാണ് അതൃപ്തി അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഉദ്ഘാടനത്തിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത് എന്നാണ് സൂചന. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, കഴിഞ്ഞയാഴ്ചയാണ് ഇതിന്റെ ഉദ്ഘാടനം നടന്നത്. അപ്പോൾ അതിലെന്തുകൊണ്ട് മുഖ്യമന്ത്രി പങ്കെടുത്തില്ല എന്നതിന്റെ കൂടുതൽ വ്യക്തത കൈവരികയാണോ ഇപ്പോൾ? തീർച്ചയായും അനുജ, തലസ്ഥാന നഗരത്തെ 12 റോഡുകളാണ് സ്മാർട്ട് റോഡുകളായി കൺവേർട്ട് ചെയ്തത്. അതിൽ പ്രധാനമായി കേന്ദ്ര ഫണ്ടും സംസ്ഥാനത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഫണ്ടും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഫണ്ടുമുണ്ട്. പക്ഷേ ഇതിന്റെ ഉദ്ഘാടനം, അതായത് ഈ 12 റോഡുകളുടെ ഉദ്ഘാടനത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഒപ്പം അതിന്റെ പ്രചാരണ ഫ്ലെക്സുകൾ, നമ്മുടെ തൊട്ട് മുന്നിൽ തന്നെ ഒരു പ്രചാരണ ഫ്ലെക്സ് ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്മാർട്ട് റോഡിലാണ്. ഇതിൽ ആ ഒരു പ്രചാരണ ഫ്ലെക്സിൽ കേരളത്തിലെ 14 ജില്ലകളിലായി പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കിയ വിവിധ റോഡുകളുടെയും തിരുവനന്തപുരം നഗരസഭയിലെ കേരള റോഡ് ഫണ്ട് ബോർഡ് പൂർത്തീകരിച്ച 12 റോഡുകളുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. 2 പേരുടെ ഫോട്ടോ മാത്രം, മുഖ്യമന്ത്രിയുടെയും മുഹമ്മദ് റിയാസിന്റെയും ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഫ്ലെക്സ് ബോർഡുകൾ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ റോഡുകളിൽ നേരത്തെ തന്നെ ഈ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 16-ാം തീയതിയായിരുന്നു ഉദ്ഘാടനം. അതിന് 2 ദിവസം മുൻപ് തന്നെ ഇത് വെക്കുകയും ചെയ്തിരുന്നു. ഈ രീതിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ നിർമ്മിച്ചതാണ് ഈ സ്മാർട്ട് റോഡുകൾ. പക്ഷേ ഈ സ്മാർട്ട് റോഡ് നിർമ്മിക്കാനുള്ള ചുമതല മാത്രമായിരുന്നു കേരള റോഡ് ഫണ്ട് ബോർഡിനുണ്ടായിരുന്നത്. അതായത് അതിൻ്റെ ഒരു കരാർ നിർമ്മാണ ചുമതല മാത്രമായിരുന്നു കേരള റോഡ് ഫണ്ട് ബോർഡിനുള്ളത്. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർമ്മിച്ച, തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കോർപ്പറേഷൻ നിർമ്മിച്ച റോഡായിട്ട് പോലും ഈ ഫ്ലെക്സ് ബോർഡുകളിൽ നിന്ന് പൂർണ്ണമായി എം. രാജേഷിനെ ഒഴിവാക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഒരു പ്രാധാന്യവും നൽകിയില്ല. പകരം ഈ ചുമതലയുള്ള, അതായത് റോഡ് നിർമ്മിക്കാനുള്ള ചുമതലയുള്ള, സാധാരണ ഒരു കരാർ നൽകിയാൽ ആ കരാറുകാരൻ്റെ ആ ഒരു പ്രവൃത്തിയാണ് ഒരുപക്ഷെ കേരള റോഡ് ഫണ്ട് ബോർഡ് ഈ സ്മാർട്ട് സിറ്റി റോഡുകളിൽ പൂർത്തീകരിച്ചത്. അത്തരത്തിൽ ആ പൂർത്തീകരിക്കേണ്ട ചുമതല മാത്രമുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ അമരക്കാരൻ എന്ന നിലയിൽ എം. രാജേഷിനെ ഒഴിവാക്കുകയും മുഹമ്മദ് റിയാസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ ഈ ഫോട്ടോകളിൽ പ്രധാനമായി ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് എം. രാജേഷ് മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചു. തന്നെ ക്രെഡിറ്റ് എടുക്കാൻ മുഹമ്മദ് റിയാസ് ശ്രമിക്കുന്നുവെന്നും തന്നെ മാറ്റുന്നു എന്നുമുള്ള രീതിയിലുള്ള ഒരു അതൃപ്തിയാണ് മുഖ്യമന്ത്രി അറിയിച്ചതായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനനുസരിച്ചാണ് മുഖ്യമന്ത്രി അന്ന് പരിപാടിയിൽ പങ്കെടുത്തില്ല, അവസാന നിമിഷം പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പക്ഷേ ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം 16-ാം തീയതി മുഖ്യമന്ത്രിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് മാത്രം 3 പരിപാടികൾ നിശ്ചയിച്ചിരുന്നു. ഈ 3 പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടില്ല. ഉമേഷ്, ഒരു കാര്യം കൂടി, ഇതിൽ തദ്ദേശ ഭരണമന്ത്രി പരാതി അറിയിച്ചിട്ട് പോലും മുഖ്യമന്ത്രി എന്തെങ്കിലും തരത്തിൽ അതൊരു എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുകയോ അത്തരത്തിലേക്ക് ഒരു ഇടപെടൽ നടത്തുകയോ ചെയ്തോ? അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ പരിപാടിയുടെ സംഘാടകർ, അതായത് ഈ 12 റോഡുകളുടെയും ഉദ്ഘാടനത്തിൻ്റെ പരിപാടിയുടെ സംഘാടകർ അത് പൊതുമരാമത്ത് വകുപ്പും ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനും ചേർന്നാണ് നിർവഹിച്ചത്. സ്വാഭാവികമായി കോർപ്പറേഷൻ്റെ ഭാഗത്ത്, അതായത് സ്മാർട്ട് സിറ്റി റോഡുകൾ, അതിൻ്റെ ചുമതല സ്മാർട്ട് സിറ്റിക്കാണ്. സ്വാഭാവികമായി സ്മാർട്ട് സിറ്റിയുടെ തിരുവനന്തപുരം കോർപ്പറേഷനാണ് സ്മാർട്ട് സിറ്റിയുടെ ചുമതലയായി വരുന്നത്. സ്വാഭാവികമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ തിരുവനന്തപുരം മേയറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ വിളിക്കാത്തതിൽ ഒരു വീഴ്ചയുണ്ടായി എന്നുള്ള രീതിയിലുള്ള അനൗദ്യോഗികമായ വിശദീകരണങ്ങൾ വരുന്നുണ്ട്. എങ്കിലും ഈ വിഷയത്തിൽ എം. രാജേഷിനെ തഴഞ്ഞു. എം. രാജേഷിന്റെ വേദിയിൽ പോലും, അന്നത്തെ ഉദ്ഘാടനത്തിൽ പോലും എം. രാജേഷ് പങ്കെടുത്തിരുന്നില്ല. തിരുവനന്തപുരത്തുള്ള മന്ത്രി വി. ശിവൻകുട്ടിയാണ് പങ്കെടുത്തത്. ഒപ്പം മറ്റ് MLA-മാരും അടക്കമുള്ളവർ പങ്കെടുത്തു. അപ്പോഴും എന്തുകൊണ്ട് ഈ എം. രാജേഷിന്റെ ഫോട്ടോ ഈ ഫ്ലെക്സ് ബോർഡുകളിൽ സ്ഥാനം പിടിച്ചില്ല എന്നുള്ള ചോദ്യം അന്ന് തന്നെ ഉയർന്നതാണ്. അനുജ, സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത് തദ്ദേശ പൊതുമരാമത്ത് മന്ത്രിമാർ തമ്മിലുള്ള ഭിന്നതയെ തുടർന്നാണ്. തന്റെ പേരോ ഫോട്ടോയോ ഈ ഒരു ഫ്ലെക്സ് ബോർഡിൽ പോലും ഉണ്ടായില്ല എന്നുള്ളത് പരാതി എം. രാജേഷ് അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ ആ പരിപാടിയിൽ എം. രാജേഷ് പങ്കെടുക്കുകയും ചെയ്തില്ല.